നിക്ക്. ക്ഷണിക്കാത്ത സദസ്സിലേക്ക് വലിഞ്ഞു കയറി വരല് സുൽത്താൻ വീട്ടിൽ പിറന്ന സുൽത്താൻ സക്കീർ ഹുസൈന് ചേർന്ന പണിയല്ല. സുൽത്താനല്ലേ അങ്ങാടി സുൽത്താൻ. സുൽത്താൻ വീട്ടിന്റെ നിലയും വിലയും കളഞ്ഞു കുളിച്ച് അങ്ങാടിത്തിന്റെ ആയിപ്പോയി ഇക്കിനി എന്താ അന്തസ് നോക്കാനാ മജീദ്ക്ക? പക്ഷെ എങ്കിൽ എനിക്ക് നോക്കണം. നിലയും വിലയും അന്തസ്സും ഒക്കെ നോക്കണം. നല്ല ഒന്നാം തരം തറവാട്ടുകാരായി ഇരിക്കണവരൊക്കെ പെണ്ണ് കേസും പോലീസും തെമ്മാടിത്തരായിട്ട് നടക്കണ അന്റെ സ്നേഹവും സഹായവും തൽക്കാലം ഇപ്പൊരേല് എനിക്ക് ആവശ്യമില്ല. ആരെയും സങ്കടപ്പെടുത്താനും സഭ വഷളാക്കാനും വന്നതല്ല ഞാൻ. മജീദ്ക്ക, നിങ്ങളും നാട്ടുകാരും ഒക്കെ പറയായിരുന്നു എന്റെ സെലീനാന്റെ കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോണത് ഞാനുള്ള വയ്യായ വെളിപ്പെടുത്തണുണ്ടാണ്. ആ ഞാനൊരു വലിയ സത്യം മനസ്സിലടക്കി ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറയായി. ഇനി അത് പുറത്ത് പറഞ്ഞില്ല ആപത്താ. ആ സത്യം അവരോട് പറയണം, പറയാണ്ട് പറ്റൂല. ഈ വലിയൊരു സത്യക്കാരൻ അന്റെ ഒരുമ്പെട്ട സത്യവും ചരിത്രവും ഒക്കെ ലോകർക്കറിയാം. ഇനി പുതിയതെന്താ അങ്ങാടി സുൽത്താൻ എന്റെ പുറകെ കയറി വിളമ്പാനുള്ളത്? ഇറങ്ങി പോടാ ഇവിടുന്ന്. പോവാൻ തന്നെ വന്നത് പോവുകയും ചെയ്യും. മജീദ്ക്ക, നമ്മളെല്ലാം കൂടെ സ്വർഗം പോലെ ജീവിച്ച സുൽത്താൻ വീട്ടിൽ നിന്ന് കൊള്ളിമുറിച്ച് കുറ്റിയും പറിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോ നിങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞോനാ ഞാൻ. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീടും കുടുംബം ഉണ്ടാക്കി. ഇന്നിപ്പോ നിങ്ങളൊക്കെ വലിയൊരു ആഘോഷത്തിലാ. അത് മുടക്കാനല്ല, ഈ ഇരിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നു. നിങ്ങളെ കുട്ടിനെ കെട്ടാൻ പോണ ഈ നജീബ് ഒരു രണ്ടാം കെട്ടുകാരാണെന്ന് നിങ്ങൾക്ക് അറിയോ? രണ്ടാം കെട്ടു എന്തൊക്കെ തോന്നിയാസം ഇനി വിളിച്ച് പറയണത്? ഞാൻ പറഞ്ഞതല്ല സലാംക്ക, ഇവിടെ നടക്കാൻ പോണതാ തോന്നിയാസം. പടച്ചോം പൊറുക്കാത്ത തോന്നിയാസം. നിങ്ങളൊക്കെ ദീനിന്റെ വിധി അനുസരിച്ച് ജീവിക്കണവരാണെങ്കിൽ മനസ്സിലായിക്കോളി. വിവാഹം കുടുംബജീവിതം എന്നൊക്കെ പറയണത് പരിശുദ്ധാക്കപ്പെട്ടൊരു കാര്യ. അള്ളയും റസൂലും ഖുർആനിലും ഹദീസിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ പൊന്നും പണവും ആൾക്കൂട്ടം ആർഭാടവും ഒന്നും അല്ലാതെ രണ്ട് ശരീരങ്ങളുടെ കൂടി ചെല്ലുമല്ല, രണ്ട് കൽബുകൾ തമ്മിലുള്ള ഉടമ്പടിയാ. പടച്ചോനെ മാത്രം സാക്ഷി നിർത്തിയിട്ടുള്ളൊരു കരാറ്. ഇണയായി തുണയായി ഹലാലായ ഭാര്യ ഭർത്താക്കന്മാരായ എന്ന് വെച്ചാൽ തോന്നുമ്പോ കൊള്ളാനും തള്ളാനും ഉള്ളതല്ലാതെ ഇവൻ ഒരിക്കലും ഒന്ന് കെട്ടിയോനാ. അതിലൊരു മോളുണ്ട്. കണ്ണി കണ്ട ഏതോ ഒരുമ്പട്ടോളെ കൂടെ പറപ്പിച്ച് കുട്ടി ജനിച്ച് അത് അങ്ങാടി പാട്ടാകുകയും ചെയ്ത്. എന്നിട്ട് ഒടുവിൽ അത് എന്റെ പടലിൽ കെട്ടിവെക്കാനുള്ള സൂത്രപ്പണി കൊണ്ട് ഇവിടെ വന്ന് തൊള്ള പറഞ്ഞാലേ മൊയസിന് മൂത്തത് ഞാൻ നോക്കൂല. എനിക്ക് മൂത്തതല്ല ഇവൻ. ഇക്കളി ഞാനിവിടെ മൂപ്പിക്കൂല. സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു, കുടുംബം നാനാവിതാക്കി, മരിച്ച് മണ്ണടിഞ്ഞ തന്തേനെ വരെ പറയിപ്പിച്ചു. ഒക്കെ ഏതോ ഒരു നായിന്റെ മൂക്ക് വേണ്ടി. എന്നിട്ട് എന്റെ മോന്റെ ജീവിതത്തിലെ ഇടങ്കോലിടാൻ കള്ളക്കഥയായിട്ട് വന്നാലിട്ടല്ല അന്റെ പിരാന്ത് ഞാൻ മാറ്റും. പോ നായ.